ഹലോ അസ്സാം വലൈക്കും. ചിക്കൻ ഒന്ന് വാങ്ങിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നോക്കണ്ടേ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റൊക്കെ ഒന്ന് തപ്പി അപ്പോൾ കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഒരു 30 മിനിറ്റ്സ് വെക്കാം. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പുള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തക്കാളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. കുറച്ച് കാഷ്യൂസ് വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തിയിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കട്ടിത്തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ നേരത്തെ നന്നായിട്ട് കുക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ വേവാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഗളായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.